ശ്രീ എ സജീവൻ, സാധാരണഗതിയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ആരാണോ ഭരിക്കുന്നവർ അവരുടെ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ CPM ആയാലും അവരുടെ സഖാക്കൾക്ക് ജോലി നൽകും. പക്ഷേ സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി നൽകുമ്പോൾ അവരിൽ നിന്ന് കോഴ വാങ്ങുന്ന രീതി കോൺഗ്രസിനല്ലാതെ മറ്റു പാർട്ടിക്കുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതാണ്. സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാം, ഏത് സഹകരണ സ്ഥാപനങ്ങളിലും എതിർ പാർട്ടിക്കാരെ ജീവനക്കാരായിട്ട് വെക്കാറില്ല. ആ പാർട്ടിക്കാർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് വെക്കുക. അതൊരു എത്രയോ കാലമായിട്ട് കീഴ്വഴക്കമായി നടക്കുന്നതാണ്. പക്ഷേ അതിന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടി ഗഗാറിൻ ചോദിച്ച പോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വയനാട്ടിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എവിടെയെങ്കിലും ഈ നിയമനം കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങിയതായിട്ട് അറിയാമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. തങ്ങളുടെ നെപ്പോട്ടിസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായേക്കാം. പക്ഷെ ആ നെപ്പോട്ടിസം കൈക്കൂലിയുടെ അടിസ്ഥാനത്തിലാണ്, കൈക്കൂലിയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് വരുമ്പോഴാണ് അത് ഭീകരമായിട്ട് മാറുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള വിജയൻ്റെയും മകൻ്റെയും കൊലപാതക തുല്യമായ മരണത്തിന് കാരണമായിട്ടുള്ള ഈ സംഭവം ഈ ഒരു കാര്യമാണ്. ലക്ഷങ്ങൾ പല ആളുകളിൽ നിന്നും, പല കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും, കോൺഗ്രസ് കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അത് വളരെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ട, ആ നടപടിയെടുക്കേണ്ട കാര്യം അതായിരുന്നു. ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ ഇവിടെ വസ്തുതാന്വേഷണമാണ് നടത്തിയത്, തിരുവഞ്ചൂർ സംഘം എന്ന് പറഞ്ഞു. തിരുവഞ്ചൂർ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആർക്കൊക്കെ എന്തൊക്കെയോ തെറ്റുപറ്റിയെന്നൊക്കെയാണ് അവർ പറഞ്ഞുള്ളത്. ആർക്കൊക്കെ എന്തൊക്കെയോ തെറ്റുപറ്റിയെന്നില്ല. വസ്തുത അറിയേണ്ട രണ്ട് വസ്തുതകൾ: ഒന്ന്, NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിന് കാരണമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ പങ്ക് എന്താണ് എന്നാണ്. പോലീസ് വേറെ ആ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അവരിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അവരുടെ ആരുടെയെങ്കിലും നടപടിയുടെ ഭാഗമായിട്ടാണോ വിജയൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കാശ് വാങ്ങിയ കാര്യം. കാശ് ആര് വാങ്ങി? ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളിൽ കാശ് വാങ്ങിയതിൽ ഒരു തെളിവുമില്ല. ആർക്കൊക്കെയോ തെറ്റുപറ്റി എന്നുള്ളതല്ലാതെ സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് കാശ് വാങ്ങിയെന്ന് കണ്ടെത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഈ പാർട്ടി നേതാക്കന്മാർ കാശ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ അടുത്ത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ കാശ് പിന്നീട് എവിടേക്ക് പോയി എന്നുള്ള കൂടി അറിയാം. ഇപ്പോൾ ഇവിടെയാണ് കാശ് വാങ്ങുന്നതിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ NM വിജയനാണ്. അങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് വിജയൻ തന്നെ താൻ തൻ്റെ മരണത്തിന് ശേഷം ഈ നേതാക്കന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ഇന്ന ആളുകൾക്ക് വേണ്ടി വാങ്ങിയതാണെന്നുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ വസ്തുതാന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതായിരുന്നു. കാരണം ആ കത്തിലും മറ്റിക്കാര്യം നേരത്തെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പങ്ക്, ഇത്തരം ഈ വിജയൻ്റെ കത്ത് കിട്ടിയത് അത് അംഗീകരിച്ചുകൊണ്ട് അത് നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അത് കിട്ടിയിട്ടും അത് പുറത്തു പറഞ്ഞു എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടേ. ഈ കത്ത് കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിൽ പിന്നീട് എപ്പോഴൊരു കത്ത് വന്നു എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞു എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അത് കളവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു, അദ്ദേഹത്തിന് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ഞാൻ വായിച്ചു കൊടുത്തു എന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മകൻ പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ ശ്രീ എ സജീവൻ, ഇപ്പോൾ അവസാനം വീണ്ടും KPCC പ്രസിഡന്റ് അവിടെ നേരിട്ടെത്തി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു ഉറപ്പ് ആ കുടുംബത്തിന് കൊടുത്തിരിക്കുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ കടബാധ്യത ഏറ്റെടുത്ത് പാർട്ടി ആ കടങ്ങൾ മുഴുവൻ വീട്ടും. ആ കാര്യമാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് വീട്ടുമോ എന്ന്. അപ്പോൾ അത് വീട്ടിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഒരു എതിർ ശബ്ദം അവിടെ നിന്ന് വരാം. അതല്ലാതെ ഇനി ആ കുടുംബം എന്തായാലും പാർട്ടിക്കൊപ്പം നിൽക്കും. കാരണം NM വിജയൻ ആണെങ്കിലും മരിക്കുന്ന ഘട്ടത്തിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ഈ കത്ത് പുറത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞ അത്രത്തോളം പാർട്ടിയോടടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി തന്നെ മരിച്ച നേതാവാണല്ലോ. തീർച്ചയായിട്ടും ഇതിൽ സ്മൃതി പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് പോയിട്ട് കാശ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ്, നിങ്ങൾ ഇത്രയും കാശ് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ്. അത്രയും ഹൂങ്കോട് കൂടിയിട്ടാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? മരിച്ച വെറും മരണമല്ലല്ലോ, ആ കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള ആത്മഹത്യയും വേണമെങ്കിൽ ഒരു കൊലപാതകം എന്ന് പറയാം.
അങ്ങനെ നടന്ന സംഭവത്തിൽ ഈ കാശ് കൊടുത്തിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിൽ പറയുന്നു. അത് സത്യത്തിൽ എന്താ പറയുക വെച്ചാൽ, കാശ് കൊടുത്തിട്ട് തെളിവ് നശിപ്പിക്കുക എന്ന് പറയില്ലേ, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ്. ഈ കുടുംബത്തിൻ്റെ വായടപ്പിക്കുന്നു. നിങ്ങൾക്ക് എത്ര ലക്ഷം, എത്ര കോടി, എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇതേ കാര്യം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സംഘം പോയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് ഈ സംഘം പറഞ്ഞിട്ടാണ് വസ്തുതാന്വേഷണം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ഇതിൽ ഈ പാർട്ടി കോൺഗ്രസിനെ നമ്മൾ കുറ്റപ്പെടുന്നില്ലല്ലോ. കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ, അത് ആരായാലും, ഈ IC ബാലകൃഷ്ണനാണോ വേറെ ആരെങ്കിലാണോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമായ കാര്യമല്ല. ആരായാലും ഈ വിജയൻ്റെ മരണത്തിന് കാരണമായ രീതിയിൽ ഉള്ള അദ്ദേഹം കത്തെഴുതി വെച്ചതിന് കാരണമായ ഒരു കാശ് വാങ്ങിയിട്ടുണ്ട്. അത് കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് അന്വേഷിച്ചറിയുന്നതിന് പകരം കാശ് കൊടുത്ത് തെളിവ് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നാണക്കേടാണെന്നാണ് ഞാൻ പറയുക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.